الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൽ നമുക്ക് പല കാര്യങ്ങളും ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. എന്നാൽ വളരെ അപൂർവം ചില സംഗതികൾ തീർച്ചപ്പെടുത്തി പറയുവാൻ പറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മരണം എന്നത്. ജനിച്ച എല്ലാവരും മരിക്കുമെന്നത് ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ മരണത്തിന്റെ പര്യായ പദം പ്രയോഗിച്ച കൂട്ടത്തിൽ ഒന്ന് അൽ യഖീൻ എന്നാണ്, ദൃഢബോധ്യമുള്ളത്, ഉറപ്പായ സംഗതി എന്നർത്ഥം. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഉറപ്പില്ലാത്ത പലതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഉറപ്പുള്ള മരണത്തെക്കുറിച്ച് അശ്രദ്ധയിലുമാണ് എന്നത് ഒരു വസ്തുതയാണ്. പരിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 12-ാമത്തെ ആയത്ത് മുതൽ 14-ാമത്തെ വചനങ്ങൾ അടക്കം മനുഷ്യ സൃഷ്ടിപ്പിന്റെ അത്ഭുതകരമായ ഓരോ ഘട്ടങ്ങളും സവിസ്തരം പ്രതിപാദിച്ച ശേഷം മരണത്തെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോൾ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ,
പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിച്ചു പോകുന്നവർ തന്നെയാണ്. എന്താണ് ആ പ്രയോഗത്തിലെ പ്രത്യേകത എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, മനുഷ്യന്മാരെല്ലാവരും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം, 2 എംഫസൈസ്, ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്ന പ്രയോഗങ്ങളാണ് ഖുർആൻ അവിടെ പ്രയോഗിച്ചത്. സുമ്മ ഇന്നക്കും, ഇന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാനുള്ളതാണ്. ബഅദ ദാലിക ലമയ്യിത്തൂൻ, ലാ എന്ന് പറഞ്ഞത് വീണ്ടും ഒന്ന് ഉറപ്പിച്ചു പറയാനുള്ള ഒരു പ്രയോഗമാണ്. എന്തിനാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രക്ക് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യരുടെ ഈ അശ്രദ്ധ തന്നെയാണ്. ജീവിതം നല്ല പോലെയാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. നമ്മുടെ വീട് നന്നാകണം, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കുറ്റമറ്റതാകണം, നാം ധരിക്കുന്ന വസ്ത്രം ഏറ്റവും മികച്ചതായിരിക്കണം, നമ്മുടെ സൗകര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാകണമെന്ന് ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പണം മുടക്കി സമയം ചെലവഴിച്ച് കാത്തു നിൽക്കുന്ന നമ്മൾ, മരണവും മരണാനന്തര ജീവിതവും ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അതിനുവേണ്ടി എന്ത് നമ്മൾ കരുതിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സലഫുസ് സ്വാലിഹീങ്ങൾ ഏറെ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും വീട് നന്നാകണം, വസ്ത്രം നന്നാകണം, വാഹനം നന്നാകണം എന്നൊക്കെയുള്ള ചിന്തയേക്കാൾ അപ്പുറത്ത് എന്റെ അന്ത്യം നന്നാകണം എന്നുള്ള ചിന്തക്കായിരുന്നു. ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ ഏറെ ഭയക്കേണ്ടതും പടച്ചറബിനോട് സദാ തേടേണ്ടതുമായ സംഗതിയാണ് നല്ല രൂപത്തിൽ മുഅ്മിനായി ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന. ഈമാനോടുകൂടി മരിക്കുവാൻ ഒരു വിശ്വാസി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പടച്ചറബ് നമുക്കെല്ലാവർക്കും തികഞ്ഞ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കാണാം. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അല്ലാഹുവേ എന്നെ മുസ്ലിമാക്കി നീ മുസ്ലിമായി തന്നെ മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കുകയും ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അതേപോലെ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്ത് അൽ ബഖറയിലെ 132-ാമത്തെ ആയത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന വസിയ്യത്താണ് ഖുർആൻ പറഞ്ഞത്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാക്കൂബ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് നൽകിയ വസിയ്യത്ത്. അതേപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമുക്ക് കുറെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടമാണ് എന്നത് ഏകദേശം നമുക്ക് ഉറപ്പു വന്നാൽ നമ്മൾ മക്കളോട് പല വസിയ്യത്ത് നൽകാറുണ്ട്. സമ്പത്തിനെ സംബന്ധിച്ച്, ഇടപാടുകളെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, തോട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ. എന്നാൽ ഈ മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത് ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്താകുന്ന ഈ വലിയ അനുഗ്രഹം. പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും അനുസരിക്കുവാനും ഒക്കെ തൗഫീക്ക് കിട്ടി എന്നുള്ളത്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, വാപ്പയുടെ പൊന്നുമക്കൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ ഇടവന്നു പോകരുത് എന്ന ഗൗരവതരമായ സ്നേഹത്തോടെയുള്ള ഉപദേശം അവിടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉത്ബോധനങ്ങളുടെയും ആമുഖമായി ഓതിക്കൊടുക്കാറുണ്ടായിരുന്ന ആയത്ത് ഇന്നും ഇതേപോലെ ജുമുഅ നടക്കുന്ന എല്ലാ മിമ്പറുകളിൽ നിന്നും പള്ളികളിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, സൂക്ഷിക്കേണ്ടതുപോലെ മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ആരും മുസ്ലിങ്ങളായിട്ടല്ലാതെ മുഅ്മിനീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോ അള്ളാഹു നൽകിയ ഈ വലിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതെ ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവരായിരുന്നു നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുകയാണ്, ഖൗഫു സിദ്ദീഖീൻ മിൻ സൂഇൽ ഖാതിമ, മോശമായ പര്യവസാനം സംഭവിക്കുമോ എന്ന്
സത്യസന്ധരായ സിദ്ദീഖീങ്ങളായ ആളുകൾ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. ഇൻദ കുല്ലി ഖത്റത്തിൻ വ ഇൻദ കുല്ലി ഹറകത്തിൻ, ഓരോ നിമിഷത്തിലും ഓരോ ചലനത്തിലും പടച്ചവനെ എന്റെ മരണം ഏത് രൂപത്തിലായിരിക്കും എന്ന് ആശങ്കപ്പെടുകയും പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തിയിട്ടുണ്ട്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും നിങ്ങളുടെ അന്ത്യം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ പടച്ചറബ് പരിഗണിക്കുക. അവർ പലരുടെയും ജീവിതത്തിലൂടെ കണ്ടതും അനുഭവിച്ചതുമായ സംഗതിയാണ്. അതുകൊണ്ട് അവർ അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്നു. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ വലഖദ് ഖത്തഅ ഖൗഫുൽ ഖാതിമത്തി ളുഹൂറൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ മുതുക് ഒടിച്ചു കളഞ്ഞ സംഗതിയാണ് മോശമായ അന്ത്യത്തെക്കുറിച്ചുള്ള അവരുടെ പേടി. അവർ തികഞ്ഞ ഈമാനുള്ള ആളുകളാണ് എന്നും അവർ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്ത ആളുകളല്ല. അവർ ഭയപ്പെട്ടിരുന്നു. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ ഇന്ന വിശ്വാസത്തോടു കൂടി ജീവിച്ചാൽ സ്വർഗം കിട്ടുമെന്നതിൽ തർക്കമില്ല. പക്ഷേ അവസാനത്തിൽ എന്തായി പോകുമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവർ അങ്ങേയറ്റം ഭയവിഹ്വലരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂടെ ധീരമായി യുദ്ധം ചെയ്ത എല്ലാവരും സ്വർഗാവകാശി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾ നരകത്തിലാണ് എന്ന്. സ്വഹാബികൾ അത്ഭുതത്തോടുകൂടി അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ പറ്റാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും ഇയാളുടെ പ്രവർത്തികൾ അവർ പരിചയിച്ചതും പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞു, ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദു ലിന്നാസ്. ചില മനുഷ്യന്മാർ ആളുകൾക്ക് തോന്നും അയാൾ സ്വർഗത്തിന്റെ ആളുകളാണ് എന്ന്. ആ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വഹുവ മിൻ അഹ്ലിന്നാർ, പക്ഷേ അയാൾ സ്വർഗത്തിന്റെ ആളല്ല, അവസാനത്തിൽ അയാൾ നരകത്തിന്റെ ആളായിട്ടായിരിക്കും ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അതാണ് സ്വഹാബത്തിനുണ്ടായ പേടി. അതിൽ നിന്നാണ് താബിഈങ്ങൾ പേടിച്ചത്. ഉമ്മയുടെ വയറ്റിൽ നമ്മൾ 40 ദിവസം പിന്നിടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പടച്ച റബ്ബ് മലക്കിനെ ഏൽപ്പിച്ചുകൊണ്ട് പറയും, നിങ്ങൾ 3-4 കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഉക്തുബ് അമലഹു വരിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദ്. അയാൾ വിജയത്തിന്റെ ആളാണോ പരാജയത്തിന്റെ ആളാണോ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് രേഖപ്പെടുത്തണം. കാലയെ കൂട്ടി അയാളുടെ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള എഴുത്തല്ല, അയാളുടെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് പടച്ച റബ്ബിനെ അറിയാവുന്നത് കൊണ്ട് അങ്ങനെയേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് അള്ളാഹ് രേഖപ്പെടുത്തുകയാണ്. അതല്ലാതെ ആരുടെയും കഴിവും സ്വാതന്ത്ര്യവും ചെയ്യുവാനുള്ള താല്പര്യവും എല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു ഇജ്ബാറിന്റെ ജബരിയത്തിന്റെ ആശയമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നർ റജുല മിൻകും, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ലയഅമലു, അയാൾ അമൽ ചെയ്യും, കർമ്മങ്ങൾ ചെയ്യും, നമസ്കരിക്കും, നോമ്പെടുക്കും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, സദഖ ചെയ്യും. ലയഅമലു ഹത്താ മാ യകൂന ബൈനഹു വബൈനൽ ജന്നതി ഇല്ലാ ദിറാ. അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം അകലമല്ലാതെ ഇല്ലാത്ത വിധം എല്ലാവർക്കും അയാൾ നല്ല മനുഷ്യനാണ് എന്ന് തോന്നുമാറ് കർമ്മങ്ങളിലൂടെ ഇബാദത്തിലൂടെ ജീവിച്ച മനുഷ്യൻ ഫയസ്ബിഖു അലൈഹി കിതാബുഹു ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ ഫയദ്ഖുലുന്നാർ. എന്നാൽ പടച്ച റബ്ബിന്റെ തീരുമാനം തെറ്റുകയില്ല. അയാൾ അവസാനത്തിലായിരിക്കും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും പുച്ഛിച്ച് കളിയാക്കി പരിഹസിച്ച് ഇസ്ലാം ശരിയല്ല എന്ന രീതിയിലേക്ക് അതുവരെയും ചെയ്ത കർമ്മങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് നരകവാസിയുടെ കർമ്മങ്ങളുമായി അവസാനം നരകത്തിലേക്ക് പോകുന്ന ഏറ്റവും പരിതാപകരമായ ദുഃഖകരമായ അവസ്ഥ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് ഭയപ്പാടിന്റെ കാരണം. സ്വഹാബത്ത് ഭയപ്പെട്ടത് അതാണ്. പക്ഷേ നല്ല അന്ത്യത്തിന് വേണ്ട കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ ഉറപ്പായും ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ നമുക്ക് സാധിക്കും. അസ്സഅയു ലിഹുസ്നിൽ ഖാതിമ ഗായത്തു സ്വാലിഹീൻ. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളുടെ ഏറ്റവും വലിയ അവരുടെ ലക്ഷ്യം അത് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള പരിശ്രമത്തിനായിരുന്നു. വഹിമ്മത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഉന്നതമായ അഭിലാഷം, അവരുടെ ഏറ്റവും വലിയ ഒടുങ്ങാത്ത ലക്ഷ്യം അതായിരുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് വിശദീകരിച്ച ആ വിജയികളായ മഹാന്മാരായ ആളുകളുടെ
പ്രാർത്ഥന ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ഭാഗത്ത് 193 ആയത്തിൽ പറയുമ്പോൾ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ, പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ മരിപ്പിക്കണേ എന്നാണ്. അതേപോലെ തന്നെ അത്തായിബീൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ പ്രാർത്ഥന 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 126 ആയത്തിൽ കാണാം. അവിടെ അവർ പറയുന്നത് റബ്ബന അഫ്രിഗ് അലൈനാ സ്വബ്റൻ വസബ്ബിത് അഖ്ദാമനാ വതവഫനാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിങ്ങളാക്കി തന്നെ മരിപ്പിക്കണേ എന്നാണ്. ഈമാനും ഇസ്ലാമും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുമ്പോൾ ഓർക്കണം, ആ നിമിഷത്തിലാണ് നമ്മുടെ റൂഹ് പിടിക്കുന്നതെങ്കിൽ, ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിൽ അതുവരെയും ചെയ്തതും കൊടുത്തതും സമ്പാദിച്ചതും ഒന്നും ഫലപ്പെടാതെ പോകുമെന്നുള്ള ഗൗരവതരമായ സംഗതി. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പടച്ചറബിലേക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്, എന്റെ അന്ത്യം നന്നാക്കി തരണേ. ദുനിയാവിൽ കുറെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മൾ റബ്ബിനോട് ചോദിക്കാറുണ്ട്. പക്ഷേ നല്ല രൂപത്തിൽ ഈമാനോടുകൂടി മരിക്കാൻ നീ എന്നെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കണം. റബ്ബിന്റെ ഒരു സുന്നത്തുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതുപോലെ പടച്ചറബ് ഖദ് അജ്റാ ആദതഹു ബികറമിഹി, അല്ലാഹുവിന്റെ ഔദാര്യമായ അവന്റെ കറമ കൊണ്ട്, അവന്റെ ദാനം കൊണ്ട് അവൻ ചില നിയമങ്ങളും അതേപോലെ തന്നെ അവന്റെ ചില നടപടി ക്രമങ്ങളുമുണ്ട്. അന്നഹു മൻ ആശ അലാ ഷൈഇൻ മാത അലൈഹി. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാൾ ഏത് രൂപത്തിൽ ജീവിക്കുന്നുവോ അതേ രൂപത്തിലായിരിക്കും അയാൾക്ക് മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. വമൻ മാത അലാ ഷൈഇൻ ബുഇസ അലൈഹി, ഏതു രൂപത്തിലാണോ അയാൾ മരണപ്പെട്ടത് അതേ രൂപത്തിലായിരിക്കും അയാൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ കാണുവാൻ സാധിക്കും. അതല്ലാതെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് അവസാനം ഒരു ലോട്ടറി പോലെ രക്ഷപ്പെട്ടു പോകുന്നതല്ല അന്ത്യം നന്നാവുക എന്നത്. അതുകൊണ്ട് ഒന്നാമതായി ഭയം വേണം, അതേപോലെ നിരന്തരമായ പ്രാർത്ഥനയും നമുക്ക് വേണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ, അതേപോലെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ ധാരാളമായി പ്രവാചക തിരുമേനി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചറബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല. അക്സറു മാ കാന യദ്ഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്തിരുന്നതായിട്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പോലെ പ്രവാചക തിരുമേനിയോട് കൂടുതൽ സഹവാസമുണ്ടായിരുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്, ഹൃദയങ്ങളെ തെറ്റിച്ചു കളയുന്ന പടച്ചവനെ, എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ നിന്നെ വഴിവിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള വഴികളിലേക്ക് നീ തിരിച്ചു വിടണമേ. നീ എന്ത് കാര്യങ്ങൾ കൽപ്പിച്ചാലും അതൊരു ഭാരമില്ലാതെ, മടിയില്ലാതെ, ഒരു അവജ്ഞയില്ലാതെ, സ്നേഹത്തോടെ, താല്പര്യത്തോടെ അത് പിൻപറ്റുവാനും അനുസരിക്കുവാനുമുള്ള ഒരു മനസ്സ്, തൗഫീഖ് നീ എനിക്ക് നൽകണേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അത് ആ രീതിയിൽ ഉൾക്കൊണ്ട സലഫുകളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അവർക്ക് നല്ല രൂപത്തിൽ തന്നെ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ സാധിച്ചു. മുജാഹിദ് ഇബ്നു ജബർ അൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി പ്രമുഖനായ താബിഈ പണ്ഡിതനാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളാണ്. നിങ്ങൾ തഫ്സീർ വായിച്ച് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഇമാം മുജാഹിദ് എന്നുള്ള പേര് കേൾക്കാത്തവരുണ്ടാവുകയില്ല. ഹദീസിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അദ്ദേഹം ഒരു മുഫസ്സിറും ഒരു മുഹദ്ദിസുമാണ്. ഖുർആൻ വ്യാഖ്യാന പണ്ഡിതനും ഹദീസ് പണ്ഡിതനുമായ അദ്ദേഹം ധാരാളമായി ദുആ ചെയ്തിരുന്നൊരു ദുആ ഈ പറഞ്ഞ രൂപത്തിലാണ്: അല്ലാഹുവേ, അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി, ഏറ്റവും നല്ല ഒരു അന്ത്യത്തിന് വേണ്ടി അദ്ദേഹം കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സുജൂദിൽ കിടന്ന് കഅബയുടെ തണലിൽ 83-ാമത്തെ വയസ്സിൽ ഹിജറ 104-ൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹവും ഭയപ്പാടും അതേപോലെ നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാകണം. ഞാൻ തൗഹീദിന്റെ ഫാമിലിയിൽ, തറവാടിൽ ജനിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ പിഴക്കും, തെറ്റിപ്പോകും എന്നാരും കരുതേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടുവെങ്കിൽ, പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മളുടെ അന്ത്യം നന്നാകാൻ
അത് മോശമായ രീതിയിൽ ആയിപ്പോകാതിരിക്കാൻ പടച്ചറബിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, മുലാസമത്തു തഖ്വ ഫിസ്സിർരി വൽ അലൻ. രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കണിശമായി കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെയാകുമ്പോഴാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സുന്നത്ത്, മൻ ആശ അലാ ശൈഇൻ മാത അലൈഹി. ഏത് കോലത്തിലാണോ അയാൾ ജീവിച്ചത് അതേ കോലത്തിലായിരിക്കും അയാൾക്കും മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. അതേപോലെ വമൻ മാത അലാ ശൈഇൻ ബുഇസ അലൈഹി. എങ്ങനെയാണോ മരിച്ചത്, ഏത് ആദർശത്തിലും ഏത് നിലപാടിലുമാണോ അതേപോലെയായിരിക്കും പരലോകത്തും വരിക എന്നത്. അപ്പോ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമൊക്കെ ആളുകളെ കാണിക്കുമ്പോൾ, ആളുകൾ കാണുമ്പോൾ മാത്രമല്ല ഇസ്ലാമിന്റെ നിയമങ്ങളും അതേപോലെ ആദർശവും ആശയങ്ങളും ഒക്കെ തന്റെയും ആശയങ്ങളും ആദർശങ്ങളുമായി മാറേണ്ടത്. മറിച്ച് രഹസ്യ രൂപത്തിൽ ആരും കാണാത്ത സ്വകാര്യതയിൽ സ്വന്തമാകുന്ന സമയത്തും പടച്ചറബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ സാധിച്ചാൽ അല്ലാഹു പറഞ്ഞു, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ശുഭപര്യവസാനം, നല്ല അന്ത്യമുണ്ടാവുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആർ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നുവോ അയാൾക്ക് അയാളുടെ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു തുറവിയുണ്ടാക്കി കൊടുക്കും. അപ്പോ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അയാൾക്ക് ഏറ്റവും സഹായവും അതേപോലെ തന്നെ പിന്തുണയും ആവശ്യമായ ഘട്ടത്തിൽ അള്ളാഹു സഹായിക്കുമെന്നാണ് അതിന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ പടച്ചറബിന്റെ നിയമശാസനകൾ പരമാവധി സൂക്ഷിച്ചുകൊണ്ട്, അഥവാ അബദ്ധങ്ങളും വീഴ്ചകളും വന്നാൽ ഉടനെ പടച്ചറബിനോട് നിരന്തരമായി തൗബയും ഇസ്തിഗ്ഫാറും നടത്തിക്കൊണ്ട് ഒരു ഇസ്തിഖാമത്തോടുകൂടിയുള്ള ജീവിതം, നേരെ ചൊവ്വേ ദീനിൽ നിലനിൽക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ ആളുകളെ കാണിക്കുമ്പോൾ വലിയ ദീനിന്റെ ആളും ആദർശത്തിന്റെ ആളും ആളുകളില്ലാതെ ആകുമ്പോൾ സ്വകാര്യതയിൽ ഏതു രൂപത്തിലുള്ള ചെയ്തികൾക്കും മടിയില്ലാത്ത, അത് സാമ്പത്തിക രംഗത്താകട്ടെ, വാങ്ങിച്ചാൽ കൊടുക്കാതിരിക്കുന്ന വിഷയത്തിലാകട്ടെ, വാക്കു പറഞ്ഞാൽ പാലിക്കാത്ത വിഷയത്തിലാകട്ടെ, ലൈംഗികതയുടെ വിഷയത്തിലാകട്ടെ, ഏത് കാര്യത്തിലും അവിടെയെല്ലാം എന്റെ റബ്ബ് എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടുകൂടി പോകാൻ പടച്ച റബ്ബ് അവന്റെ ശാപകോപങ്ങൾ എന്നിലേക്ക് ഇറക്കുന്നതിന് മുമ്പിൽ ഒരു മറ സൃഷ്ടിക്കാൻ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം. അങ്ങനെ അള്ളാഹ് പറഞ്ഞത് ചെയ്തും അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടുനിന്നും ജീവിക്കുവാൻ ശ്രദ്ധിച്ചാൽ, പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ, അള്ളാഹ് തന്നെ പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. ഞങ്ങളുടെ രക്ഷിതാവ് പടച്ച റബ്ബാണ്, അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ അതനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, അബദ്ധങ്ങൾ സംഭവിച്ചാൽ പടച്ചറബിനോട് നിരന്തരം പൊറുക്കലിനെ തേടിക്കൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ട് ജീവിച്ചാൽ, തതനസ്സലു അലൈഹിമുൽ മലായിക. അവർ ഈ ലോകത്തോട് വിട പറയുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു. നിങ്ങളുടെ ഭാവിയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനു. നിങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവസ്ഥയെ സംബന്ധിച്ചും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. നിങ്ങളോട് വഅദ ചെയ്തിട്ടുള്ള, വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗ്ഗലോകത്തെ സംബന്ധിച്ച് നിങ്ങൾ സന്തോഷവാന്മാരായിക്കൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സഹോദരങ്ങളായി, നിങ്ങളുടെ സഹായികളായി, ബന്ധുക്കളായി ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും. നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നോ, നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതൊക്കെയും നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെയുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം. പരമകാരുണ്യകനും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനുമായ ഗഫൂറും റഹീമുമായ പടച്ചറബ് ഒരുക്കി വെച്ചിട്ടുള്ള സൽക്കാരത്തിലേക്ക്, വിരുന്നിലേക്ക് നിങ്ങളെ കൂട്ടാൻ വന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് മലായിക്കത്തുകളുടെ ആശീർവാദവും ആശ്വാസവും ആശ്വാസവചനങ്ങളും കേട്ട് ഈ ലോകത്തോട് വിട പറയാൻ, കണ്ണടക്കാൻ സാധിക്കും. ആർക്ക്? ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് ഹറാമുകളോട് നോ പറഞ്ഞ് അല്ല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇസ്തിഖാമത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കുവാൻ സാധിച്ച ആളുകൾക്ക് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം നൽകി ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കസ്റതു ദിക്രിൽ മൗതി വ അഹ്വാലിൽ ആഖിറ. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിലെ ഭയപ്പാടുകളെ സംബന്ധിച്ച്, ഭീകരതയെ സംബന്ധിച്ച് ഓർക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. നിങ്ങളുടെ സർവ്വ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും തകർത്തെറിയുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആനും പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും, എത്രമാത്രം സെക്യൂരിറ്റിയുള്ള ഒരു നിലക്കും നിങ്ങളുടെ ശത്രുക്കൾ കടന്നു കയറുകയില്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന സുരക്ഷാ മേഖലയിലാണ് എങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ശക്തമായ കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണ് നിങ്ങളെങ്കിലും, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. അല്ലാഹ് നിശ്ചയിച്ച സമയത്ത്, അല്ലാഹ് നിശ്ചയിച്ച ദിവസത്തിൽ അതിന്റെ സെക്കൻഡുകൾ പോലും തെറ്റാതെ മലക്കുൽ മൗത്ത് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ അടുക്കൽ എത്തുമെന്നാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തിയത്. അതുകൊണ്ട് മുന്തിയ ഭക്ഷണം കഴിച്ച്, ഏറ്റവും നല്ല പാനീയങ്ങൾ കുടിച്ച്, ഏറ്റവും സുന്ദരമായ ഉടയാടകൾ ധരിച്ച്, മറ്റ് സൗകര്യങ്ങളിലൂടെ എല്ലാം ജീവിക്കുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോകേണ്ടതുണ്ട്. എന്റെ ഖബർ എന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെ നമ്മുടെ മെത്തയുടെ മേലെ, നമ്മുടെ ബെഡിന്റെ മേലെ മിനുമിനുത്ത പതുപതുത്ത വിരിപ്പും അതേപോലെയുള്ള സൗകര്യങ്ങളും ഉണ്ടായാൽ തന്നെയും AC ഇല്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകൾ, ഈ നിമിഷം ഇവിടെ നിന്ന് നമ്മൾ ശ്വാസം നിലച്ച് മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശേഷക്രിയകൾക്ക് ശേഷം നമ്മെ കൊണ്ടുപോയി വെക്കുവാനുള്ള നമ്മുടെ വീട്, നമ്മുടെ ബെഡ് മണ്ണാണ്, നമ്മുടെ മെത്ത എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ആ മരണവേദനയിൽ നമുക്കാരും സഹായികളായിട്ടുണ്ടാവുകയില്ല, നമ്മുടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും അല്ലാതെ. ആ ഖബറിൽ കൂരിരുട്ടിൽ നമ്മെ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ അവിടെ ഒരു ഞെരുക്കമുണ്ട്. വിശ്വാസികളായ ആളുകൾക്കും ആ ഞെരുക്കം നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ജീവിതത്തിലെ സുഖങ്ങൾ വേണ്ട എന്നല്ല, അല്ലാഹ് ഹലാലാക്കിയ എന്ത് നമുക്ക് അനുഭവിക്കാം. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഏത് നിമിഷവും പോയി കിടക്കുവാനുള്ള എന്റെ ഖബറിനെ കുറിച്ച്, അഥവാ നമ്മുടെ ഖബറിനെ സംബന്ധിച്ച്, അതിനുശേഷം പടച്ചറബിന്റെ വിചാരണയുടെ കോടതിയിലേക്ക് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ രംഗത്തെക്കുറിച്ച് സദാസമയത്തും ഓർമ്മയുണ്ടാകണമെന്നാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെതായി അറിയപ്പെടുന്ന 2 വരികളുണ്ട്. ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ഒരു പ്രത്യേക രോഗവുമില്ലാതെ, രോഗമാണ് എന്ന് പറയാൻ പോലുമില്ലാതെ മരിച്ചുപോയത്. അവരെ സംബന്ധിച്ച് അവരുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത എത്രയോ മരണവാർത്തകൾ നമ്മുടെ കാതുകളിൽ എത്തിയിട്ടുണ്ട്. വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി. എന്നാൽ രോഗികളായി കിടക്കുന്ന ആളുകൾ എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ രോഗികളായി കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ മരണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നാം ആഗ്രഹിക്കുന്ന പ്രായത്തിൽ വരുന്ന ഒന്നല്ല. അല്ലാഹ് നിശ്ചയിച്ച സമയത്ത് ചിലപ്പോൾ ഒരു രോഗവും വേണ്ട, ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള സന്ദർഭത്തിൽ ചെറുപ്പക്കാരായിരിക്കെ തന്നെ ഈ ലോകത്തോട് വിട പറയുന്ന അവസ്ഥയുണ്ടാകും. വകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ലാഹിക. എത്രയെത്ര യുവതി യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും അവർ ആഹ്ലാദിച്ച് അറമാന്തിച്ച് തിമിർത്താടുന്നത്. സന്തോഷത്താൽ അവർ തുള്ളിച്ചാടുകയാണ്. പക്ഷേ വഅക്ഫാനുഹു ഫിൽ ഗൈബി തുൻസജു വഹുവ ലാ യദ്രി. അയാളുടെ കഫൻ പുടവ തൊട്ടടുത്ത ടെക്സ്റ്റൈൽസിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും കൈത്തറി ഫാക്ടറിയിൽ അയാൾക്ക് വേണ്ടി കഫൻ പുടവ നെയ്തെടുക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിയുന്നില്ല. അടുത്ത നിമിഷം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ
നമ്മെ പൊതിയാനുള്ള തുണി ഏറ്റവും അടുത്ത തുണി ഷോപ്പുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയാതെ ആഹ്ലാദമത്തരായി നമ്മൾ തിമിർത്താടുമ്പോൾ ഓർക്കണം ഇവിടെ വിട്ടു പോകേണ്ടതുണ്ട് എന്നുള്ള വസ്തുത ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുകയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തിലും മരണം നമ്മെ തേടിയെത്താം എന്നൊരു ചിന്തയും വിചാരവും ഉണ്ടെങ്കിൽ ഈമാനോടുകൂടി മരിക്കുവാൻ സാധിക്കും. പരലോകത്ത് വിശ്വാസികൾ വലത് കൈയിൽ രേഖകൾ വാങ്ങി അള്ളാഹുവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പോകുമ്പോൾ അവർ പറയുന്നൊരു വാചകം ഖുർആൻ നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണയുണ്ട്, അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു എന്ന്. അതനുസരിച്ച് അവർ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അവർക്ക് സന്തോഷത്തോടുകൂടി ജീവിത വിജയം നേടുവാനും ഈ ലോകത്ത് നിന്ന് സന്തോഷത്തോടുകൂടി വിട പറയുവാനും സാധിച്ചു. അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല അന്ത്യം ഈമാനോടുകൂടിയുള്ള മരണം കൊതിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലെത്തുക, പടച്ചറബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് തഖ്വയോടെ ഇസ്തിഖാമത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുക, മരണത്തെക്കുറിച്ച് നിരന്തരം ഓർമ്മിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കും ആ തൗഫീഖ് കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി ആദരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, ശാരീരികവും മാനസികവുമായ അവശതകൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും റഹ്മാനായ റബ്ബ് നീക്കിക്കൊടുക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫയും ആഫിയത്തും അള്ളാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب